വീട്ടിലെല്ലാ ദിവസവും പാല് വാങ്ങിക്കാറുണ്ടോ? എന്നാൽ പാല് കാച്ചി പാൽപ്പാട വെറുതെ കളയണ്ട, അത് കൂട്ടി വെച്ച് ശുദ്ധമായ വെണ്ണയും നെയ്യൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യം പാല് തിളപ്പിച്ചെടുക്കണം. പാലടപ്പത്തിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാതെ കിട്ടുവേ. പാല് കാച്ചി കഴിഞ്ഞ് അത് തണുത്ത ശേഷം നല്ലതുപോലെ പാട ചൂട് കിട്ടിയിട്ടുണ്ടാവും. അതെല്ലാം ഒരു പാത്രത്തിലായിട്ട് കോരി മാറ്റണം. നമ്മൾ ഈ പാട ആദ്യം എടുത്തു മാറ്റുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഇത്തിരി തൈരും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്, ഉറൊഴിക്കുന്നതൊക്കെ പോലെ. എന്നിട്ട് ഈ പാടയെല്ലാം വെക്കുന്നത് ഫ്രീസറിലാണ്. ഈ പാട നമ്മൾ എടുത്തു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, പുറത്ത് വെച്ചാലായിട്ട് പാട ചീത്തായി പോകും. അങ്ങനെ എല്ലാ ദിവസവും പാല് കാച്ചി കഴിഞ്ഞ് ഈ പാട ഇതിൽ കൂട്ടി വയ്ക്കുവേ. ഞാൻ ഈ ചെറിയ തൂക്കുപാത്രങ്ങളിലും കുപ്പികളിലൊക്കെയാണ് പാടയിട്ട് വെക്കുന്നത്. അതെപ്പോഴാണോ നിറയുന്നത് അന്നേരമാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇതടിച്ചെടുക്കുന്ന ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്തു മാറ്റി പുറത്ത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാത്രത്തിൽ നിന്ന് ആ ക്രീമൊക്കെ ഒന്ന് എടുക്കാൻ പാകത്തിലൊന്ന് ഇളകി കിട്ടുവേ. അപ്പോഴത്തേക്കും ഇത് അടിച്ചെടുക്കാം. ഈ പാട ഉണ്ടല്ലോ, കാണാനായിട്ട് നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുവേ. മിക്സിയിലെ ഏറ്റവും വലിയ ജാറിൽ വെച്ചാണ് ഇത് അടിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് പാട ജാറിലിട്ട് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചാണ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ആദ്യത്തെ റൗണ്ട് ഒന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകിയ രൂപത്തിലാണ് ക്രീം ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി തണുത്ത വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ജാറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പലതവണയായിട്ട് അങ്ങ് അടിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് നേരം മിക്സിയിലിട്ട് കറക്കിയപ്പോൾ തന്നെ വെണ്ണ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കിട്ടിയ വെണ്ണയെല്ലാം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തേ. ഞാനിത് അടിച്ചെടുത്തേണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് കരണ്ട് പോയതുകൊണ്ട് ബാക്കി എല്ലാ പാടയും തണുത്ത വെള്ളവും കൂടി ഒരു പാത്രത്തിലൊഴിച്ച് കടകോല് കൊണ്ട് വെണ്ണ കടഞ്ഞാണ് എടുത്തത്. ഈ കടകോലുണ്ടല്ലോ, വീട്ടിൽ വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് പണ്ട് ഉപയോഗിച്ചിട്ടിരുന്നതാണ്. ഇപ്പം മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. എന്നാലും കറണ്ടൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ ഈ കടകോൽ പ്രയോഗം നടത്താം. അതൊക്കെ പോട്ടെ, ഇനി കിട്ടിയ വെണ്ണയെല്ലാം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകി അങ്ങ് എടുത്തിട്ടുണ്ട്. മോരിൻ്റെ പുളി രസമൊക്കെ വെണ്ണയിൽ നിന്ന് പോയി കിട്ടാനായിട്ടാണിത്. 2-3 തവണ കഴുകി കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം ഒന്ന് തെളിഞ്ഞു കിട്ടും. അങ്ങനെ ശുദ്ധമായ വെണ്ണ റെഡി. ഇനി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയൊക്കെ കൂടെ എടുക്കാം. ഇനിയിപ്പോൾ വെണ്ണ കഴിക്കാൻ ഇഷ്ടമില്ല, താല്പര്യമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരെ കൊണ്ട് ചട്ടിയിലേക്ക് ഇട്ടോ വെണ്ണ ഉരുക്കി നെയ്യാക്കി എടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തെടുക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ പണിക്ക് പോയാൽ എല്ലാം കൂടി അങ്ങ് മൂത്ത് കരിഞ്ഞങ്ങ് പോകുകയെ. വെണ്ണ പൂർണ്ണമായി ഉരുകി കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാവേ. എണ്ണ ഉരുകി തുടങ്ങുമ്പോഴേ നല്ല രീതിയിൽ കുറേ പത ഉണ്ടാകുവേ. പിന്നെ കൂട്ടത്തിൽ വെള്ളം പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ടും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ പതയൊക്കെ അങ്ങ് മാറി വരുവേ. നെയ്യ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമിട്ട് മാറും. പിന്നെ നല്ലൊരു നെയ്യ് മണമൊക്കെ വരും. അപ്പം നെയ്യ് പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ സമയത്ത് അടപ്പ് ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം നെയ്യ് അരിച്ചെടുത്ത് ആവശ്യമുള്ള പാത്രത്തിൽ സൂക്ഷിക്കാം. അങ്ങനെ ഹോം മെയ്ഡ് നെയ്യ് റെഡി. ഇനി കുറച്ച് ടിപ്സ് ആയാലോ? നെയ്യ് കൂടുതൽ നാൾ കേടുകൂടാതിരിക്കുന്നതിന് ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ജാറുകളാട്ടോ നല്ലത്. പിന്നെ നെയ്യ് ഒഴിക്കുന്നതിന് മുമ്പ് പാത്രം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചൊന്ന് തുടച്ചെടുക്കാറുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒഴിവാക്കാനായിട്ടാണിത്. നെയ്യ് എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂൺ വെച്ച് മാത്രം എടുക്കണേ. നനഞ്ഞ സ്പൂൺ ഇട്ട് എടുത്താൽ കേടായി പോകാനായിട്ട് സാധ്യതയുണ്ട്. നെയ്യ് കുറച്ചധികം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിക്കാനുള്ളത് മാത്രം വേറെ ചെറിയ ബോട്ടിലാക്കി വെക്കണേ. അപ്പോൾ വലിയ പാത്രം എപ്പോഴും തുറക്കുന്നത് ഒഴിവാക്കാം. അങ്ങനെ നെയ്യിൻ്റെ മണവും ഗുണവും ഒക്കെ നഷ്ടപ്പെടാതിരിക്കും. പിന്നെ എന്ത് കിട്ടിയാലും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെ നെയ്യ് വെക്കണമെന്നില്ല കേട്ടോ. സാധാരണ പോലെ പുറത്ത് വെച്ചാലും നെയ്യ് മാസങ്ങളോളം കേടുകൂടാതിരുന്നോളും. പിന്നെ ഒരു വർഷക്കാലമൊക്കെ സൂക്ഷിക്കണമെന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു കാര്യം കൂടി, നമ്മൾ ബട്ടർ അടിച്ചെടുത്ത് കഴിഞ്ഞ് മിക്സിയുടെ ജാറ് ക്ലീൻ ആക്കാനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ആ ജാറിലൊന്ന് ഒഴിച്ചൊന്ന് അടിച്ചെടുത്താൽ മതിയേ. ആ മെഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി സാധാരണ പോലെ സോപ്പോ ലിക്വിഡോ ഉപയോഗിച്ച് ഈസി ആയിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.